ഒരു മോർണിംഗ് ഡിവോഷനും കൂടെ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഒരു വചനചിന്ത നിങ്ങളോട് പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ 19 അധ്യായത്തിൽ നിന്നുമാണ്. സങ്കീർത്തനങ്ങൾ 19 നമുക്ക് വളരെ സുപരിചിതമാണ്. സങ്കീർത്തനങ്ങൾ 19 അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ആഴത്തിൽ വർണ്ണിച്ചിരിക്കുക. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവരുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമാണല്ലോ. ഈ സങ്കീർത്തനത്തിൻ്റെ 5 വാക്യങ്ങൾ, ഈ സങ്കീർത്തനത്തിൽ നിന്നും 7 മുതൽ 11 വരെയുള്ള 5 വാക്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പാൻ ഈ ചുരുങ്ങിയ സമയങ്ങൾക്കകത്ത് ആഗ്രഹിക്കുന്നത്. ഈ 5 വാക്യങ്ങൾക്കകത്ത് നിന്നും 15 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രധാനമായും ദൈവവചനം എന്താണ് എന്നും ദൈവവചനത്തിൻ്റെ ശക്തിയും ചില ക്യാരക്ടറിസ്റ്റിക്സും ദൈവവചനത്തിൻ്റെ ചില സ്വഭാവങ്ങൾ 7 മുതൽ 11 വരെ നാം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ഇന്ന് നാം ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഈ വാക്യങ്ങൾ വായിച്ച് നമ്മൾ ബലപ്പെടാൻ പോവുകയാണ്. നമ്മൾ ദൈവവചനത്തിൻ്റെ ആ 15 സവിശേഷതകൾ, ഗുണങ്ങൾ. ദൈവവചനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഈ 19 സങ്കീർത്തനത്തിനകത്ത് നിന്നും 5 വാക്യങ്ങൾക്കകത്ത് നിന്നും ഒരു 15 കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. 7-ാം വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഒന്നാമത് പറയുകയാണ് കർത്താവിന്റെ വചനം, കർത്താവിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. അത് കുറവില്ലാത്തതാണ്, തികവുള്ളതാണ്. ഈ ഭൂമിയിൽ തികഞ്ഞവനായി, ഒരു കുറവുമില്ലാത്തവരായി ആരെയും നമുക്ക് കാണാൻ കഴിയത്തില്ല. കുറവില്ലാത്ത യോഗ്യനായ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ യേശു കർത്താവാണ്. നിലത്ത് ഉലയിൽ 7 പ്രാവശ്യം ഉരുക്കി ശുദ്ധി ചെയ്ത പൊന്നിനേക്കാൾ, ആമേൻ സ്തോത്രം, ആമേ, ആ 7 പ്രാവശ്യം ഉരുക്കി ശുദ്ധി ചെയ്ത പൊന്ന് അല്ലെങ്കിൽ വെള്ളി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കീടവുമില്ല, ഒരു കുറവുമില്ല, അത് പെർഫെക്റ്റ് ആണ്. ആമേ, എന്നതുപോലെ ദൈവത്തിന്റെ വചനമാണ് പെർഫെക്റ്റ്. ദൈവത്തിന്റെ വചനം തികവുള്ളതാണ്. അടുത്തത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. രണ്ടാമത് ആമേ പറയുകയാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചൂട് പിടിച്ച അനേക അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളാകട്ടെ, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളാകട്ടെ, അവിടെയൊക്കെ നാം വല്ലാണ്ട് ആശ്വാസമില്ലാത്തവരായി, ചൂട് ഹൃദയത്തിൽ പിടിച്ചവരായി, വളരെ ടെൻസഡായി, വളരെ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ നാം തീരാറുണ്ട്. എന്നാൽ അവിടെ നമ്മളെ തണുപ്പിക്കുന്ന ആമേൻ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നലകളിൽ ഞാനും നിങ്ങളും വളരെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾക്കകത്തൂടെ സ്ട്രെസ്ഡായി, ആമേൻ ടെൻസ്ഡ് ആയിട്ടൊക്കെ പോയപ്പോൾ അവിടെ നമ്മളെ തണുപ്പിച്ച വചനമില്ലേ? അവൻ വചനം തന്ന് നമ്മളെ തണുപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിന് ഒരു തണുപ്പ് തന്ന്, ആമേൻ സ്തോത്രം, നമ്മുടെ ഹൃദയത്തിന് ഒരു ശുഭാപ്തി, പ്രതീക്ഷ തന്ന്, പ്രത്യാശ തന്ന്, ആമേൻ നമ്മളെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പൊ 7-ാം വാക്യം, 1 തികവുള്ളതാണ്, 2 അവന്റെ വചനം പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ തണുപ്പിക്കാൻ തക്കവണ്ണം യോഗ്യമായ വേറെ ഒരു വസ്തുവോ, ഒരു ആഹാരമോ, ഒരു പാനീയമോ, ഒരു മെഡിസിനോ ഉലകത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ പ്രാണനെ ചികിത്സിപ്പാൻ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കാൻ ഉതകുമാറാകുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ തണുപ്പിക്കുന്നതാണ്. അടുത്തതായി വായിച്ചാട്ടെ. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. അടുത്തത് പറയുകയാണ്, വിശ്വസിപ്പാൻ കൊള്ളാവുന്ന ഒന്നാണ് യഹോവയുടെ സാക്ഷ്യം, വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ അനേകരെ വിശ്വസിക്കാറുണ്ട്. അനേകർ നമുക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വാക്ക് പറഞ്ഞ എല്ലാവരും വിശ്വസ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആമേ, ഇന്ന് ഈ കാലഘട്ടം അവിശ്വസ്തത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വക്രത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം
ആമേ ഈ ഭൂമി മാറും, ആകാശം മാറും, എന്നാൽ അവന്റെ വചനത്തിന് മാറ്റമില്ല. ആമേ അത് വിശ്വസിപ്പാൻ ആമേ യോഗ്യം ആമേ ആയതാണ്. ഇന്ന് പകൽ അവന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ, അവന്റെ വചനങ്ങൾ നമുക്ക് തരുന്ന ആമേ ഓരോ ആമേൻ കാര്യങ്ങൾക്കകത്തും നമുക്കത് വിശ്വസിപ്പാൻ യോഗ്യമാണ്. നമുക്കറിയാം, ഇന്നും ഉലകത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാർ, ജ്ഞാനികൾ തിരയുന്നത്, പഠിക്കുവാൻ വിശ്വാസയോഗ്യമായത് ദൈവത്തിൻ്റെ വചനമാണ് എന്നവർക്ക് ആമേ ബോധ്യമുണ്ടായിട്ട് അവരുടെ പല ശാസ്ത്ര പരീക്ഷണങ്ങളിലും അവർ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം വചനമാണ്. വചനത്തെ വെച്ചുകൊണ്ടാണ് അവർ പലതും പരീക്ഷണങ്ങൾ നടത്തുന്നത്. ആമേ ദൈവത്തിന്റെ വചനം ആമേ വിശ്വാസ്യമാകുന്നു. അടുത്തത്, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. അത് ജ്ഞാനം നൽകുന്നതാണ്, ജ്ഞാനം നൽകുന്നതാണ്. ആമേൻ, സ്തോത്രം. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. നമുക്കറിയാം, ആമേൻ, സ്തോത്രം, ആമേൻ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. രണ്ടാമത് യാക്കോബിന്റെ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവായിട്ടുണ്ടെങ്കിൽ ഭർസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കുക അത്രേ. ആമേൻ, സ്തോത്രം. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ വചനം നമുക്ക് ജ്ഞാനം തരുന്നു. അവ നമുക്ക് ആമേൻ പരിജ്ഞാനത്തെ തരുന്നു. അത് നമ്മളെ വിവേകമുള്ളതാക്കുന്നു. ആമേൻ, ദൈവത്തിന്റെ വചനം നമുക്ക് ജ്ഞാനത്തെ തരുന്നതാണ്, ജ്ഞാനികളെ ജ്ഞാനിയാക്കുന്നതാണ്. സങ്കീർത്തനത്തിൽ ആമേൻ സ്വതന്ത്രം എടുത്തു വായിപ്പാൻ നിർവാഹമില്ല. 119 സങ്കീർത്തനത്തിലൊക്കെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ വചനങ്ങൾ ആമേൻ സ്തോത്രം എൻ്റെ ഗുരുക്കന്മാരെക്കാൾ ആമേൻ എന്നെ ജ്ഞാനമുള്ളവരാക്കുന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം നമുക്ക് ജ്ഞാനം തരുന്നതാണ്, അറിവ് തരുന്നതാണ്, നമുക്ക് വിവേകവും പരിജ്ഞാനവും തരുന്നതാണ്. അപ്പോൾ ഈ 7-ാം വാക്യത്തിൽ ആമേൻ നമ്മൾ 4 കാര്യങ്ങൾ കണ്ടു, അല്ലെ? എന്തൊക്കെയാണ്? വേഗത്തിൽ പറഞ്ഞാട്ട്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. 1 തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കും. 2 തണുപ്പിക്കുന്നതാണ്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാണ്. 3 വിശ്വസിപ്പാൻ ആമേൻ കൊള്ളാവുന്നതാണ്. അത് അല്പബുദ്ധിയെ അത് ജ്ഞാനത്തെ തരുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആർക്കെങ്കിലും ആമേൻ ഹൃദയം തണുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനങ്ങൾക്കകത്തൂടെ കടന്നുപോയാട്ട് വചനം നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കും. ആമേൻ സ്തോത്രം. വിശ്വസിപ്പാൻ അത് യോഗ്യമാണ്. ആമേൻ നിങ്ങളെ ജ്ഞാനിയാക്കുന്നതാണ്. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ാമത്തെ വാക്യത്തിൽ അടുത്തത് ആമേൻ എഴുതിയിരിക്കുന്നു, അവന്റെ ആജ്ഞകൾ നേരുള്ളവയാണ്. ഹല്ലേലൂയ. നേര്. ഇന്ന് ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ, വ്യക്തി ജീവിതങ്ങളുടെ ഇടയിൽ തുലോം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് നേര്. നേരും നെറിയും എന്നൊക്കെ നമ്മൾ പറയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നേരുള്ളതാണ്, നേരുള്ളതാണ്. അടുത്തതായിട്ട് ആമേ വായിച്ചാട്ടെ. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. തണുപ്പിക്കുക മാത്രമല്ല, നിന്റെ ഹൃദയത്തിന് വലിയ സന്തോഷം നൽകുന്നതൊന്നാണ് ആമേ ദൈവത്തിന്റെ വചനം. ആമേ ദൈവത്തിന്റെ വചനം ആമേൻ നമ്മുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം. ആമേൻ സ്തോത്രം. അതാണ് 1-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ്. ആമേൻ സ്തോത്രം. അത് സന്തോഷം, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരും, ആനന്ദം തരും, നമുക്ക് ധൈര്യം തരും, നമുക്ക് പ്രത്യാശ തരും. ആമേൻ സ്തോത്രം. ആമേൻ അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് ഹൃദയം എവിടെയെങ്കിലും സന്തോഷം നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നെങ്കിൽ ആമേൻ ദൈവവചനം പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ്. യഹോവയിൽ, കർത്താവിൽ സന്തോഷിപ്പീൻ. കർത്താവിൽ സന്തോഷിപ്പാൻ ഒരു മെത്തേഡാണ് അവന്റെ വചനം ധ്യാനിക്കുക എന്നുള്ളത്. വചനം നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ളത് വായിച്ചാട്ടെ. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്. ദൈവത്തിന്റെ വചനം നിർമ്മലമാണ്. നിർമ്മലം എന്ന് പറഞ്ഞാൽ വിശുദ്ധി, നിർമ്മലമായതാണ്, കളങ്കമില്ലാത്തതാണ്, അശുദ്ധിയില്ലാത്തതാണ്, നിർമ്മലമായത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നിർമ്മലമായത്, ദൈവത്തിന്റെ വചനം നിർമ്മലമായത്. ആ ദൈവവചനം വായിക്കുന്ന, ധ്യാനിക്കുന്ന, പ്രമാണിക്കുന്ന ആ ഒരു വ്യക്തിയും ദൈവം പറഞ്ഞതുപോലെ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. ദൈവത്തിന്റെ വചനം നിർമ്മലമായതുകൊണ്ട്, വിശുദ്ധി ആയതുകൊണ്ട്, ആമേ കളങ്കമില്ലാത്തതായതുകൊണ്ട്, ശുദ്ധിയുള്ളതായതുകൊണ്ട് ആ വചനം വായിക്കുന്ന, അത് പ്രമാണിക്കുന്ന വ്യക്തിയെയും ആമേ അത് ശുദ്ധി വരുത്തുന്നതാണ്.
ആമേൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. അപ്പോൾ വചനം ശുദ്ധി വരുത്തുന്നതാണ്. ആമേൻ. നിർമ്മലമായതാണ്. ഓക്കെ, അടുത്തതായി വായിച്ചാട്ടെ. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കും. നമ്മളെ പ്രകാശിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ പ്രകാശിപ്പിക്കും. നമ്മുടെ ജീവിതത്തെ അത് പ്രകാശിക്കും. അതാണ് വചനം പറഞ്ഞത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നമ്മളെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ കുരുട്ട് കണ്ണുകളായിരുന്നു ഇന്നലകളിൽ. നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറന്ന പ്രകാശിപ്പിച്ചത് എന്താണ്? വചനമാണ്. അതാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മളെ പ്രകാശിപ്പിക്കും. നമ്മുടെ അന്ധതകളെ മാറ്റും. അന്ധന് കാഴ്ച കൊടുക്കുവാൻ, പ്രകാശിപ്പിക്കാൻ. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ പ്രകാശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കും, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. നമ്മുടെ ഇരുട്ടുകളെ അത് മാറ്റിക്കളയും, നമ്മുടെ ത്വക്കിനെ അത് പ്രകാശിപ്പിക്കും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഈ അവസ്ഥകളിൽ എവിടെയൊക്കെ ഇരുൾ മൂടി കടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഇരുളിനെ മാറ്റി ആ ദേശത്തെ പ്രകാശിപ്പിച്ചത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ 8-ാം വാക്യത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ച്. 8-ാം വാക്യം, 1 നേരുള്ളവ, 2 ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്, 3 നിർമ്മലമായത്, 4 പ്രകാശിപ്പിക്കുന്നത്. വീണ്ടും 9-ാം വാക്യം വായിച്ചാട്ടെ. യഹോവ ഭക്തി നിർമ്മലമായത്, നിർമ്മലമായത് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട്, അത് എന്നേക്കും നിലനിൽക്കുന്നു. അവ നിലനിൽക്കുന്നതാണ്. അത് 1 മാസമോ 1 വർഷത്തേക്കോ 1 ജനറേഷനിലോ ഉള്ളതല്ല. നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ എറ വരെ ഈ വചനത്തിന് ഒരു മാറ്റവുമില്ല. എത്ര കാലഘട്ടം കഴിഞ്ഞു, എത്ര രാജാക്കന്മാർ വാണു. സ്തോത്രം. ഇന്ന് ടെക്നോളജികൾ എത്ര വർദ്ധിച്ചു, പക്ഷെ ദൈവവചനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അവന്റെ വചനം നിലനിൽക്കുന്നതാണ്. എത്ര പേർ ഇതിനെ മാറ്റിക്കളയാൻ, ഇതിനെ കരിച്ചു കളയാൻ, ഇതിനെ കത്തിച്ചു കളയാൻ, ഇതിനെ ചാമ്പലാക്കാൻ നോക്കി. പക്ഷെ ഇന്നും ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ വിശുദ്ധ വേദ പുസ്തകമാണ്. ഇത് നിലനിൽക്കുന്നതാണ്. സ്വർഗത്തിലെന്നേക്കും നിലനിൽക്കുന്ന, സ്തോത്രം, സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവന്റെ വചനമാണ്. ഇത് നിലനിൽക്കുന്നു. ഇവന്റെ വചനം, ഈ വചനം പ്രമാണിക്കുന്നവനെയും ദൈവം നിർത്തും, നിലനിർത്തും. പെരുവെള്ളം കവിഞ്ഞു വന്നാലും, പ്രതിസന്ധികൾ ഏറി വന്നാലും, ഈ വചനം വായിക്കുന്നവൻ, ഈ വചനം പ്രമാണിക്കുന്നവനെ ദൈവം നിലനിർത്തും. അതാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, മണലിൽ മേൽ ഒരുത്തൻ വീട് പണിതു, ഒരുത്തൻ പാറമേൽ വീണ് പണിതു. പെരുവെള്ളം പൊങ്ങി, സ്തോത്രം, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, പ്രതിസന്ധികൾ പൊങ്ങി, മണലിന്മേൽ പണിതത് വീണുപോയി. എന്നാൽ പാറമേൽ ഈ വചനത്തിൽ ആരൊക്കെ ആഴത്തിൽ ഉറച്ചിട്ടുണ്ടോ, സ്തോത്രം, അവർ നിലനിൽക്കുവാനിടയായിത്തീരും. ഇന്ന് ഞാനും നിങ്ങളും ജീവിതത്തിന്റെ അനേക പ്രതിസന്ധികളുടെ നടുവിലും നിലനിൽക്കാൻ കാരണം ഈ വചനമാണ്. ഇത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഈ വചനത്തെ മുറുകെ പിടിച്ചവനെയും ഈ വചനം നിലനിർത്തും. മനസ്സിലായവർ കർത്താവിനെ സ്തുതിക്കണം. അടുത്തതായിട്ട് വായിച്ചാട്ടെ. യഹോവയുടെ വിധികൾ സത്യമായ, ഇത് സത്യമായവയാണ്, ഇതിനകത്ത് അസത്യമില്ല. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ, കൃപയാൽ ചിലതൊക്കെ വായിപ്പാൻ ദൈവം എനിക്കും അവസരം തന്നു. എന്നാൽ ഒറ്റ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ മാത്രമേ സത്യ വേദ പുസ്തകം എന്ന് എഴുതിയിട്ടുള്ളൂ. അത് ഞാനും നിങ്ങളും ചുമക്കുന്ന ഈ പുസ്തകമാണ്. ഇത് സത്യമാണ്. ഇതിനകത്ത് ഒരു അസത്യമില്ല. അതുകൊണ്ടാണ് വേറെ ഒരു പുസ്തകത്തിലും കാണാത്തതുപോലെ ഈ പുസ്തകത്തിൽ മാത്രം എഴുതിയിട്ടുണ്ട്, ആമേൻ ആമേൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിനകത്തെ ആമേൻ 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 ഓരോ വാക്യങ്ങളും സത്യമാണ്. ഇത് അസത്യമല്ല. ആമേൻ സ്തോത്രം, ഇത് സത്യമാണ്. സത്യത്തിന് സാക്ഷി നിൽക്കാനായി ഉലകത്തിൽ വന്നവനാണ് എൻ്റെ യേശു ക്രിസ്തു. ആമേൻ സ്തോത്രം. ആമേൻ, യഹോവയുടെ വിധികൾ സത്യമായവയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത്, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാണ്. ഇത് നീതിയുള്ളതാണ്. അനീതിയുള്ളവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നീതിയുള്ളവനാണ്. നീതിയുള്ളതാണ് അവന്റെ വചനങ്ങൾ. സ്തോത്രം. അവൻ നീതിമാനാകയാൽ അവന്റെ വചനങ്ങൾ നീതിയുള്ളതാണ്. ഇതിനകത്ത് അനീതിയില്ല, ഇതിനകത്ത് അക്രമമില്ല. ദൈവം വക്രനോട് വക്രനാണ്, നീതിമാനോട് അവൻ
നീതിമാനാണ്. ആമേ ശുദ്ധ ഹൃദയത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ നടക്കുന്നവന് ആമേ ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത നീതിയുള്ള ദൈവം, ആമേ നീതിമാനായ ദൈവം. അവന്റെ വചനങ്ങൾ നീതിയുള്ളതാണ്. ഇത് അനീതിക്ക് കൂട്ടുനിൽക്കാത്തതാണ്. ഇത് അതിക്രമത്തിന് കൂട്ടുനിൽക്കാത്ത, അക്രമത്തിന് കൂട്ടുനിൽക്കാത്തതാണ്. നിന്റെ ജീവിതത്തിൽ ആമേ നീതി വരുത്തുന്ന, നിന്നെ നീതിമാനാക്കുന്ന, നിന്റെ കൂടാരങ്ങളിൽ നിന്നും അനീതിയെ എടുത്തു കളയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന വചനമാണിത്. ആമേൻ, സ്തോത്രം. ഇത് നീതിയുള്ളതാണ്. 9-ാം വാക്യത്തിൽ നാം ചിന്തിച്ചത് ഇത് നിർമ്മലമാണ്, ഇത് എന്നേക്ക് നിലനിൽക്കുന്നതാണ്, ഇത് സത്യമായവയാണ്, ഇത് നീതിയുള്ളതാണ്. ഇനി 10-ാം വാക്യം, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക. ഓ ജീസസ്, ആമേൻ. ഇത് വളരെ വിലയേറിയതാണ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? പൊന്നിലും തങ്കത്തിലും. ഇന്ന് ലോകത്തിൽ ഏകദേശം നല്ല ഒരു നിലവാരത്തിൽ വിലയുള്ള ഒരു വസ്തുവാണ് പൊന്നും തങ്കവും. നമുക്കറിയാം, ഡയമണ്ട്, മറ്റുള്ള പൊന്നാകട്ടെ തങ്കമാകട്ടെ, ഇവിടെ എഴുതിയിരിക്കുകയാണ് വളരെ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ വില. ഹല്ലേലൂയ. ആമേ, ഈ വചനം ആമേ ഇത് വിലയേറിയതാണ്. ഈ വചനം നിന്നെ കൊണ്ട് എങ്കിൽ ഒരു പക്ഷേ ലോകപ്രകാരം നീ വലിയ സമ്പത്തൊന്നും കാണത്തില്ലായിരിക്കും. ലോകപ്രകാരം നിനക്ക് വലിയ ആമേൻ സ്തോത്രം ആമേൻ നീ വിലയുള്ളവനല്ലായിരിക്കും. പക്ഷെ ഈ വചനം നിന്നെ വിലയുള്ളവനാക്കും. അതാണ് വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്ര സഭയ്ക്ക് എഴുതിയത് നമുക്കറിയാമല്ലോ. 3-ാം അധ്യായത്തിൽ ആമേൻ ലൊവദോക്യ സഭയ്ക്ക് ആമേൻ സ്തോത്രം ആമേൻ ഇപ്രകാരമാ പറയുന്നത്. ആമേൻ സ്തോത്രം ആമേൻ, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആമേൻ സ്തോത്രം. അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. അപ്പൊ ഈ ലോകപ്രകാരം ധനവാന്മാരായിരിക്കുന്നവരല്ല വിലയേറിയവർ, പണമുള്ളവരല്ല വിലയേറിയവർ. ദൈവസന്നിധിയിൽ വിലയേറിയത് ആരാണ്? ദൈവസന്നിധിയിൽ വിലയേറിയത് വചനം പ്രമാണിക്കുന്നവരാണ്. ഹല്ലേലൂയ. വചനം ഉള്ളവനാണ്, വചനത്തെ പിന്നുന്നവനാണ്. ആമേ, അങ്ങനെയെങ്കിൽ ഇത് തങ്കത്തിലും വളരെ പൊന്നിലും ആഗ്രഹിക്കത്തക്കവയാണ്. ഈ വചനം ആര് തിന്നുന്നോ, ആരുടെ കയ്യിലുണ്ടോ, ആരുടെ ഹൃദയത്തിലുണ്ടോ, അത് അവനെ വിലയുള്ളവനാക്കി തീർക്കും. ആമേ, അടുത്തത്, അവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ഓ, ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണെന്നാണ് പറയുന്നത്. മധുരമുള്ളവയാണ്. തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം എത്ര കേട്ടാലും നമുക്ക് ആമേൻ സ്തോത്രം മതി വരാത്ത ഒന്നുണ്ട് എങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. വേറെ എന്തെല്ലാം നമ്മൾ കേട്ടു, അല്ലേ? വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതെല്ലാം നമുക്ക് ഒരു അരോചകത്വമാണ്. പക്ഷെ എത്ര കേട്ടാലും വീണ്ടും വീണ്ടും നമ്മളെ പുതുക്കുന്ന, വീണ്ടും വീണ്ടും ആമേ മധുരമായി നമ്മുടെ നാവിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം മധുരമായി 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 വീണ്ടും നമ്മുടെ മാറകളെ മാറ്റുന്ന മധുരമാണ് ദൈവത്തിന്റെ വചനം. അടുത്തത് 11-ാം വാക്യം, വേഗത്തിൽ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കും. ഇത് പ്രബോധിപ്പിക്കുന്നതാണ്, നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം എടുത്ത് ആമേൻ നാം വായിക്കുമ്പോൾ വചനം നമ്മളെ പ്രബോധിപ്പിക്കും. നമുക്ക് വേണ്ട ഗൈഡൻസുകൾ തരും, നമുക്ക് വേണ്ട നേർവഴികൾ പറഞ്ഞു തരും. ആമേ, ദൈവത്തിന്റെ വചനം ആമേ ഇത് പ്രബോധിപ്പിക്കുന്നതാണ്. അടുത്തത്, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഓ, ഇത് അനുസരിക്കുന്നവന് വളരെ പ്രതിഫലം ആമേൻ നൽകുന്നതാണ് ഈ വചനം. ഈ വചനം പ്രമാണിക്കുന്നവരാരും ആമേൻ സ്തോത്രം ആമേൻ നശിച്ചു പോകത്തില്ല. ഈ വചനം പ്രമാണിക്കുന്നവനെ, ഈ വചനം അനുസരിക്കുന്നവനെ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നാ ദൈവം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ വചനം ആമേൻ സ്തോത്രം പ്രമാണിക്കുന്നവന് വളരെ പ്രതിഫലമുണ്ട്. ഈ വചനത്തിലെ ഓരോ കൽപ്പനകളും പ്രമാണിച്ചാൽ അത് ആമേൻ പ്രതിഫലമുള്ളതാണ്. ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ സമയം മുമ്പോട്ട് പോയല്ലോ, വേഗത്തിൽ ഞാൻ ഒന്നും കൂടെ ആമേൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ആമേൻ 7-ാം വാക്യം മുതൽ 1 ഇത് തികവുള്ളതാണ്, 2 തണുപ്പിക്കുന്നതാണ്, 3 വിശ്വാസ്യമാണ്, 4 ജ്ഞാനം നൽകുന്നതാണ്, 5 നേരുള്ളതാണ്, 6 സന്തോഷിപ്പിക്കുന്നതാണ്, 7 നിർമ്മലമായതാണ്,
8 കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്, 9 നിലനിൽക്കുന്നതാണ്, 10 സത്യമായതാണ്, 11 നീതിയുള്ളതാണ്, 12 വിലയേറിയതാണ്, പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണ്. അടുത്തത് 13 മധുരമുള്ളവയാണ്, 14 പ്രബോധനം തരുന്നതാണ്, 15 വളരെ പ്രതിഫലം നമുക്ക് തരുന്നതാണ്. അങ്ങനെയെങ്കിൽ ആമേ ഈ വചനത്തിന് ഒരുപാട് ഗുണങ്ങൾ, സ്വഭാവ സവിശേഷതകൾക്കകത്ത് 19-ാം സങ്കീർത്തനത്തിനകത്ത് നിന്നും 5 വാക്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. എത്ര വിലയേറിയതായി വചനം, അല്ലെ എത്ര ശ്രേഷ്ഠമായത്. നമുക്ക് ഇത് നൽകപ്പെട്ടതിനാൽ യേശുപ്പച്ചനൊരു നന്ദി പറഞ്ഞ് യേശുപ്പച്ചനൊരു ഉമ്മ കൊടുത്ത്, അപ്പച്ച ഇത്രയും വിലയേറിയതാണ് നീ എനിക്ക് തന്നിട്ടുള്ളത്, എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്നത് എത്ര വിലയേറിയതാണ്. ആമേൻ. സ്വത്ര കണ്ണുകൾ അടയ്ക്കാം. അപ്പാ, അങ്ങ് ഞങ്ങളെ ഇന്ന് പകൽ അങ്ങയുടെ വചനത്താൽ ശക്തീകരിച്ചതോർത്ത് നന്ദി. അങ്ങയുടെ വചനത്തിന്റെ ചില ശ്രേഷ്ഠതകൾ, സവിശേഷതകൾ ധ്യാനിപ്പാൻ അങ്ങ് കൃപ ചെയ്തല്ലോ. ഈ വചനത്താൽ നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.